തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും യോഗമായിരുന്നു ഇന്ന് രാവിലെ മുതൽ തൃശ്ശൂരിലെ ജില്ലാ ഓഫീസിൽ നടന്നിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വരുന്ന 127 ദിവസക്കാലത്തെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചാണ് ഏതാണ്ട് നവംബർ മാസം 1-ാം തീയതി വരെ ഉള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. വികസിത കേരളം എന്ന ഒരാശയം ഏറ്റവും താഴത്തെ തലത്തിൽ വരെ എത്തിക്കാനും എല്ലാ വിഭാഗം ജനങ്ങളെ കൊണ്ടും ആ ആശയം ചർച്ച ചെയ്യിക്കാനും ആവശ്യമായ ഒരു പ്രവർത്തന പദ്ധതിക്കാണ് പാർട്ടി ഇന്ന് നേതൃത്വം രൂപം നൽകിയിട്ടുള്ളത്. വികസിത കേരളം എന്നുള്ളത് ഒരു ബ്രോഡായിട്ടുള്ള അജണ്ടയാണ്. ആ അജണ്ട സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി വികസിത വാർഡുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് പാർട്ടിയുടെ ആഗ്രഹം. അതനുസരിച്ച് കേരളത്തിലെ ഏതാണ്ട് 20,000-ഓളം വാർഡുകൾ അവിടുത്തെ എല്ലാ വിഭാഗം ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ആ വാർഡിൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള രൂപരേഖ തയ്യാറാക്കണം. അതിനാവശ്യമായ വിശദമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാക്കണം. നാം പലപ്പോഴും മുകൾത്തട്ടിലാണ് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാറ്. കേരള വികസനത്തെക്കുറിച്ച് പലയാവർത്തി പല സംഘടനകൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതാത് പ്രദേശത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിനാണ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വികസിത വാർഡുകൾ എന്നൊരു സങ്കല്പം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അത് സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഒരു വികസിത ടീം ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. 20,000-ഓളം വരുന്ന വാർഡുകളിൽ ഏതാണ്ട് 17,000-ഓളം വാർഡുകളിൽ ഇപ്പോൾ BJP വികസിത കേരള ടീം എന്ന രീതിയിൽ ഒരു ടീം വികസിത കേരളം എന്ന ആശയം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടീമിൻ്റെ നേതൃത്വത്തിലാണ് അതാത് വാർഡുകളിലെ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. അതോടൊപ്പം ആഗസ്റ്റ് മാസം 1 മുതൽ 10 വരെ കേരളത്തിലെ എല്ലാ വാർഡുകളിലും വിപുലമായിട്ടുള്ള വാർഡ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ആ സമ്മേളനങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഇന്നിപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനമാണ്. ആ ആഗസ്റ്റ് 15-ാം തീയതി കേരളത്തിലെ എല്ലാ വാർഡുകളിലും സ്വാഭിമാന ത്രിവർണ്ണ റാലികൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യവും സ്വാഭിമാനവും നമ്മുടെ രാജ്യത്തിൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ 2 വിഷയമാണ്. രാജ്യത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ശത്രു രാജ്യത്തിൻ്റെ PR ഏജൻസിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാഭിമാനത്തെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിലെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 11 വർഷമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ രാജ്യം കൈവരിച്ചിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ ജനങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് എല്ലാ വാർഡുകളിലും സ്വാഭിമാന ത്രിവർണ്ണ റാലികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജൂലൈ മാസം 13-ാം തീയതി പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത്ഷാജി കേരളം സന്ദർശിക്കുകയാണ്. 13-ാം തീയതി കേരളത്തിലെ 7 റവന്യൂ ജില്ലകളിലെ വാർഡ് വികസിത ടീം മെമ്പർമാരുടെ യോഗത്തിൽ ഏതാണ്ട് 60,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമാണ്. തിരുവനന്തപുരത്ത് വെച്ചാണ്. ആ സമ്മേളനത്തിൽ അദ്ദേഹം സംബന്ധിക്കും. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും ആ ദിവസം തന്നെ അദ്ദേഹം നിർവഹിക്കും. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ.
നിലമ്പൂരിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങളുടെ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വെച്ചിട്ടുള്ള രാഷ്ട്രീയം നിലമ്പൂരിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് തെളിവാണ്. ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നല്ല സ്വീകാര്യതയുണ്ടായിരുന്നു. ഞങ്ങളുടെ മുദ്രാവാക്യത്തിന് നല്ല സ്വീകാര്യതയുണ്ടായിരുന്നു. താരതമ്യേന ഞങ്ങൾക്ക് ദുർബലമായൊരു മണ്ഡലമായിട്ട് പോലും നല്ല രീതിയിൽ പ്രവർത്തനം സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഈ വികസിത കേരളം എന്ന ആശയത്തിന് വലിയ പ്രസക്തിയുണ്ട്, ജനമത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഒന്നത് സംസ്ഥാന നേതൃയോഗമായിരുന്നില്ല, ഒരു ജില്ലാ പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിയിട്ടുള്ള ചില തീരുമാനങ്ങളുടെ ബിസിനസ് സ്റ്റേറ്റ് മീറ്റിംഗ് ആയിരുന്നു. വിപുലമായുള്ള സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം 30-ാം തീയതി തിരുവനന്തപുരത്ത് കൂടുകയാണ്. ഇതിൽ ചില വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ട ആളുകൾ മാത്രമേ ഈ യോഗത്തിൽ വന്നിട്ടുള്ളൂ. ജില്ലാ പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് ആയിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചു ചേർത്തുള്ള ജില്ലാ പ്രസിഡന്റുമാരുടെ മീറ്റിംഗാണ്. ആ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആളുകൾ മാത്രമേ വിളിക്കപ്പെട്ടിട്ടുള്ളൂ. സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം 30-ാം തീയതി ചേരുകയാണ് തിരുവനന്തപുരത്ത്. മുൻ സംസ്ഥാന അധ്യക്ഷ പ്രത്യേകിച്ച് ഈ തൊട്ട് മുന്നും ആദ്യം ഈ കെ സുരേന്ദ്രനെ പോലെ ഒരാളെ, വി മുരളീധരനെ പോലെ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഈ പാർട്ടി ശക്തമാക്കുന്ന സംഘടനാ ശക്തമായത് വി മുരളീധരന്റെ കാലത്തും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അത്രയും പരിചയസമ്പന്നനായ വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആള് നിങ്ങൾ ഒഴിവാക്കി. ഞാൻ പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയത് ഈ പരിപാടിയിൽ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? ഏതായാലും നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ്. അവർക്ക് പരാതിയില്ലല്ലോ. അല്ല, സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗമാണ് BJPയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി. ആ യോഗം 30-ാം തീയതി കൂടാനിരിക്കുന്നുള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വേദി അതാണ്. അവിടെയാണ് വിലയിരുത്തപ്പെടുകയാണ്. ഇന്ന് പഞ്ചായത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആയിരുന്നു. അതിലെല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും വന്നിട്ടുണ്ട്. വരാത്ത സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്നത്തെ യോഗത്തിൽ BJPയുടെ ഒരു സമീപനം എല്ലാ യോഗത്തിലും എല്ലാവരും വരിക എന്നല്ല. ഓരോ യോഗത്തിലും പങ്കെടുക്കേണ്ട ആളുകൾ വരും. നാളത്തെ ചില യോഗത്തിൽ ഞാൻ പങ്കെടുക്കില്ല. ഓരോരുത്തരും പങ്കെടുക്കേണ്ട യോഗത്തിലാണ് പങ്കെടുക്കുക. കേരളത്തിലെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും BJPയുടെ സംഘടനാ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കോർ ഗ്രൂപ്പാണ്. അത് 30-ാം തീയതി തിരുവനന്തപുരത്ത് കൂടാനിരിക്കുന്നേ ഉള്ളൂ. അന്ന് തിരുവനന്തപുരത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട്, നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. കേരളത്തെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിൽ ഈ പാർട്ടിയെ ദീർഘകാലം നയിച്ച 2 സാരഥികൾ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിക്കുന്നതിലെ ഒരു സാങ്കേതികത മനസ്സിലാവുന്നത്. നിങ്ങളത് 2 പേരിൽ മാത്രം പിടിക്കുന്നത്? വേറെ ആളുകളുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ എന്താ ചോദിച്ചതെന്നും എന്താ ഇന്റൻഷൻ മനസ്സിലായല്ലോ. പിന്നെ അതിങ്ങനെ ചോദിച്ചോണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ചാണല്ലോ. ഞങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത പരാതി എന്തിനാണ് സാർ നിങ്ങൾക്ക്? ഏത് പാർട്ടിക്കാരൻ നിങ്ങളോട്? പാർട്ടിക്കാരൻ ഞങ്ങളോട് പറയട്ടെ. ആദ്യം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. നോർമലി പുതിയ ദേശീയ അധ്യക്ഷൻ വന്നതിന് ശേഷം മാത്രമേ സംസ്ഥാന ഭാരവാഹികൾ പ്രഖ്യാപിക്കാറുള്ളൂ. ദേശീയ അധ്യക്ഷൻ നീണ്ടുപോയത് കൊണ്ടാണ്. ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ കേരളവും പ്രഖ്യാപിക്കും. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു, അവിടെയാണുള്ളത്. അവരെപ്പോൾ വേണമെങ്കിലും അവർക്ക് ഒപ്പിട്ടയക്കാം. ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, നിങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ വഴിമാറി പോകരുത്.